ബിഗ് ബോസ് ഇപ്പം മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ ഹൗസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പല സ്ട്രെസ്സുകളും ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നും കൂടെ പറയാൻ. അപ്പം അനീഷാണ് ആദ്യം വരുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, ഞാനിവിടെ വന്നപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ അതൊക്കെ മേലെയായിരുന്നു ഓരോ കാര്യങ്ങളും. ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാണ് ഞാൻ എൻ്റെ സ്ട്രെസ്സ് കുറച്ചിട്ടുള്ളത് എന്ന് അനീഷ് പറയുന്നു. അത് കഴിഞ്ഞ് ഷാനവാസ് വന്നിട്ട് പറഞ്ഞത്, ഞാനിവിടെ ആരുമായിട്ടും പിണങ്ങാനോ ഒരു പ്രശ്നത്തിനോ ഒന്നും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇനിയുള്ള ദിവസം എൻ്റെ ആഗ്രഹം. നെവിനായിട്ടാണെങ്കിലും അക്ബറായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിൽ പോകണം. അതിന് ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. കാരണം ഇനി നമുക്കൊരു മത്സരമല്ല, ഇനിയിപ്പം പ്രേക്ഷകരാണ് നമ്മളുടെ വിധി തീരുമാനിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. കുറച്ച് ദിവസമേ ഉള്ളൂ. സ്നേഹത്തോടെ നമുക്ക് ഇവിടെ നിന്ന് പിരിയണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അക്ബർ വന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, ഒരുപാട് സ്ട്രെസ്സ് ഞാൻ നേരിട്ടിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വയം എൻ്റെ ടെൻഷൻ കുറച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. നെവിൻ പറയുന്നത്, എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. നോമിനേഷൻ ടൈമിലാണ് ഞാൻ കൂടുതലും സ്ട്രെസ് അനുഭവിക്കുന്നത്. കാരണം എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്താൽ എളുപ്പം ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ ദിവസം ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആവുന്നത് ഈ കുക്കിങ്ങിലൂടെയാണ്. അതെനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്നു എന്ന് അങ്ങനെ ഓരോരുത്തരുടെ സ്ട്രെസ്സ് റിലീഫ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിച്ചിരുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.